ഇതെല്ലാം അവൻ്റെ ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും വലിയ നിലയിലെത്തിയിട്ടും പഴയതൊന്നും അവൻ മറന്നില്ല. എന്നെ അവൻ ഓർമ്മിക്കുന്നു എന്ന സന്തോഷത്തിൽ ഇനി എനിക്ക് ജീവിക്കാം. അത് മതി. കടക്കം വിറ്റതും ചോറ്റുപാത്രം നീട്ടിയതും അങ്ങനെ ഓരോ പൊട്ടും പൊടിയും അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞു. അതൊന്നും ബാലേട്ടൻ എന്താ പറയാതിരുന്നത്? വലിയ ആളായി കഴിയുമ്പോ പഴയതെല്ലാം മറന്നുപോകുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റി. ഇപ്പോ എന്റെ കുടിലേക്ക് നീ വന്നു. ഒരുപാട് അന്വേഷിച്ചിട്ടും നിന്നെ എനിക്ക് കാണാനെത്തില്ല. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലേ ബാല? അങ്ങനെയല്ല. ഒന്നുമില്ലാതെ നാട് വിട്ടപ്പോ ഒന്ന് സ്വന്തം കാലം നിൽക്കാൻ കുറെ സമയമെടുത്തു. കണ്ണടച്ചു തുറക്കും മുമ്പേ ആയിരുന്നല്ലോ നിന്റെ വളർച്ച. ആദ്യമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. കാലം കടന്നുപോയപ്പോ എന്തോ ഒരു ധൈര്യക്കുറവ്. മോശാവസ്ഥയിൽ നീ എന്നെ കാണരുതെന്ന് എനിക്ക് തോന്നി. എന്റെ മുമ്പിലോ ബാല? ഞാനങ്ങനെ വിചാരിച്ചു പോയി. ബാലന്റെ മക്കൾ. ഇപ്പൊ ഞാൻ പോവാണ്. വൈകാതെ ഞാൻ ഇവിടേക്ക് മടങ്ങി വരും. സ്വന്തം നാടിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. ഇനിയുള്ള കാലം നിങ്ങൾ അവിടെ ജീവിച്ചാൽ മതി.